ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി $40,000 ഒരു കപ്പ് അടിച്ചുപരുത്തി കെമിക്കൽ മുക്കി. എന്നിട്ട് ഗവേഷകരെന്ന വ്യാജേന അവർ ഒരു പള്ളിയിലെത്തി. അവിടെ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് വ്യാജരേഖകൾ കാണിച്ച് അവിടുത്തെ അച്ഛനെ വിശ്വസിപ്പിച്ചു. പാരീസിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണിതെന്ന് പറഞ്ഞപ്പോൾ ആവേശഭരിതനായ അച്ഛൻ അവരെ പള്ളിയുടെ അടിവാരം കാണിച്ചുകൊടുത്തു. അവിടെ നിന്നായിരുന്നു നഗരത്തിലെ വലിയ ലേല കമ്പനിയിലേക്കുള്ള തുരങ്കം. തുടർന്ന് അവർ രഹസ്യമായി ആ കപ്പ് അവിടെ മണ്ണിൽ കുഴിച്ചിട്ടു. പിന്നീട് അച്ഛന്റെ മുന്നിൽ വെച്ച് അതൊരു നിധി പോലെ അവർ കുഴിച്ചെടുത്തു. അതോടെ അച്ഛന് അവരിൽ പൂർണ്ണ വിശ്വാസമായി. തുരങ്കം നിർമ്മിക്കാൻ 3 ആഴ്ചയും വലിയ യന്ത്രങ്ങളും വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നൽകി. അങ്ങനെ എല്ലുകൾ നിറഞ്ഞ ഗുഹയിലൂടെ അവർ ലേല കമ്പനിയുടെ ഭിത്തി ലക്ഷ്യമാക്കി 14 മീറ്റർ നീളത്തിൽ തുരങ്കം വെട്ടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു. അച്ഛൻ ആ കപ്പുമായി യൂണിവേഴ്സിറ്റി അധികൃതരെ കാണാൻ സ്പെയിനിലേക്ക് പോകുകയാണെന്ന് അറിയിച്ചു. പ്ലാൻ പൊളിയുമെന്ന് ഭയന്ന സംഘത്തലവൻ കപ്പ് തിരികെ പിടിച്ചെടുക്കാൻ ആജ്ഞാപിച്ചു. തുടർന്ന് ബൈക്കിലെത്തിയ സംഘാംഗങ്ങൾ അച്ഛന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു പറിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഒടുവിൽ ബാഗ് തട്ടിയെടുത്ത് അവർ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഗാർഡുകൾ പിന്തുടരുകയും കാറിന്റെ ടയർ കോടാലി കൊണ്ട് അടിച്ചു തകർക്കുകയും ചെയ്തു. അവിടെയുണ്ടായ ശക്തമായ വാട്ടർ ജെറ്റ് അടിയിൽ കപ്പ് നഷ്ടപ്പെട്ടെങ്കിലും അവർ എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് സംഘത്തലവന്റെ അടുത്തെത്തിയപ്പോൾ കപ്പ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. തന്നെ ആരോ കൊള്ളയടിക്കാൻ നോക്കിയെന്ന് ഭയന്ന അച്ഛൻ സുരക്ഷിതത്വത്തിനായി ആ കപ്പ് സംഘത്തലവനെ തന്നെ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. ഇതോടെ അവർക്ക് തുരങ്കം പണി പൂർത്തിയാക്കാൻ ആവശ്യത്തിന് സമയം കിട്ടി. ലേല കമ്പനിയുടെ ലോക്കർ റൂമിന് തൊട്ടുപിന്നിലെ കോൺക്രീറ്റ് ഭിത്തി വരെ അവർ തുരന്നെത്തി. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ 3 മിനിറ്റത്തേക്ക് മാറ്റാനായി സംഘത്തിലൊരാൾ പിസ്സ ഡെലിവറി ബോയിയായി ചെന്ന് മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അയാളെ പുറത്തേക്ക് ആകർഷിച്ചു. ഈ സമയം മറ്റുള്ളവർ റോബോട്ടിക് മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് തുരന്ന് ക്യാമറകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പുറത്ത് ഗാർഡിന്റെ അടികൊണ്ട് വീണ ഡെലിവറി ബോയ് വായിൽ ഒളിപ്പിച്ച ഗുളികയിലൂടെ പതവരുത്തി ബോധം കെട്ടതുപോലെ അഭിനയിച്ചു. പണി കഴിഞ്ഞെന്ന സിഗ്നൽ കിട്ടിയതോടെ അയാൾ എഴുന്നേറ്റ് പണവും വാങ്ങി അവിടെ നിന്ന് മാറി. ഒടുവിൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ 25 സെന്റിമീറ്റർ കനമുള്ള ആ ഇരുമ്പ് ഭിത്തി അറുത്തുമാറ്റി ആ വലിയ കൊള്ള നടത്താൻ സംഘത്തലവൻ ഒരുങ്ങി.